നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിക്കിടെ എയർ ഇന്ത്യ വിമാനങ്ങൾ റൂട്ട് മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏപ്രിൽ 13-ാം തീയതിയായിരുന്നു. ഇറാനിലേക്കും ഇസ്രായേലിലേക്കും പോകരുത് എന്ന് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഈ സുപ്രധാന നീക്കമുണ്ടായത്. യൂറോപ്പിലേക്കുള്ള എല്ലാ യാത്രകൾക്കും ഇറാന്റെ ആകാശപാത ഒഴിവാക്കിക്കൊണ്ടാണ് എയർ ഇന്ത്യ സഞ്ചരിച്ചു പോന്നിരുന്നതും ഇപ്പോഴിതാ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മിസൈൽ ആക്രമണം നടന്നു എന്ന് വിവിധ മാധ്യമങ്ങളും രാജ്യങ്ങളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇറാൻ ഇത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടില്ല. എന്നാൽ നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ അറിയിക്കുന്നുണ്ട്. ആക്രമണ വാർത്തയെ തുടർന്ന് ടെഹ്റാൻ ഇമാം കൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടുണ്ട്. ഇറാനിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് വിമാനങ്ങൾ ഉൾപ്പെടെ തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ തിരിച്ചടിക്കില്ല എന്ന് പല ലോകരാജ്യങ്ങളും വിശ്വസിച്ചിരുന്നു. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ സമയത്തും ഇന്ത്യ ഈ തിരിച്ചടി മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു, മുൻകൂട്ടി കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇരു രാജ്യങ്ങളിലുമുള്ള നമ്മുടെ പൗരന്മാർക്ക് ഇന്ത്യ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയതും അതിനോടൊപ്പം തന്നെ വിമാന സർവീസുകൾ അടക്കം വഴിതിരിച്ചു വിട്ടതും. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലും ഇറാനും ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണെങ്കിൽ ഈ രണ്ട് കൂട്ടരിൽ ആരുടെ ഒപ്പം ഇന്ത്യ നിൽക്കും എന്നുള്ളതും നിർണായകമാകും. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.